നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ചടയമംഗലത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. ക്വാറികൾക്ക് അനുമതി നൽകുവാനുള്ള നീക്കം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. ചടയമംഗലം പഞ്ചായത്തിൽ പുതിയതായി 6ഓളം ക്വാറികളാണ് അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. വിശ്വാസയോഗ്യമായ ഒരു പാരിസ്ഥിതിക പഠനം പോലും നടത്താതെയാണ് അപേക്ഷിച്ച എല്ലാ ക്വാറികൾക്കും ലൈസൻസ് നൽകുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. നിലവിൽ പോരേടം കണ്ണമ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ച ക്വാറിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പരാതികൾ പഞ്ചായത്തിൽ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതുകൂടാതെ പോരേടം കണ്ണമ്പാറയിൽ മറ്റ് 2 ക്വാറികൾക്ക് കൂടി അനുമതി നൽകുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ 2 ക്വാറികൾ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഈ പ്രദേശത്ത് മനുഷ്യന് സ്വൈരമായി ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഇത് ഈ പ്രദേശത്തെ പരിസ്ഥിതിയെ അപ്പാടെ തകർക്കുകയും വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. കവളപ്പാറയിലും വയനാട്ടിലെ ചൂരൽമലയിലും സംഭവിച്ചത് ഇതിന് ഉദാഹരണമാണെന്നും ഇവർ പറയുന്നു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. തുടർന്ന് സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറി നേതാക്കളുമായി ചർച്ച നടത്തി. പാറഖനനത്തിനുള്ള അനുമതി നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിബന്ധനകൾ പാലിച്ചിട്ടില്ലെങ്കിൽ പഞ്ചായത്തിന്റെ അധികാരം ഉപയോഗിച്ച് സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നും ക്വാറികൾക്ക് അനുമതി നൽകുന്നതിന് മുൻപ് പാരിസ്ഥിതിക പഠനം നടത്തുന്നതിനാവശ്യമായി ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ഉന്നയിച്ച മറ്റാവശ്യങ്ങൾ സംബന്ധിച്ച് അടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യാമെന്നുള്ള ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിച്ചു. സമരത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AR റിയാസ്, നേതാക്കളായ വടക്കതിൽ നാസർ, ബിജുകുമാർ, പുള്ളിപ്പച്ച സലാഹുദ്ദീൻ, ജുമൈലത്ത് ബീവി, സതീശൻ കുരിയോട്, ശ്യാംരാജ്, വിളക്കുപാറ രത്നാകരൻ, രാജേഷ്, ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. ചടയമംഗലം പഞ്ചായത്തിൽ പുതുതായി 6ഓളം ക്വാറികളാണ് നിലവിൽ വരാൻ പോകുന്നത്. ഇതിൽ ഒരു ക്വാറി കണ്ണമ്പാറയിൽ കോരയുടെ കണ്ണമ്പാറ സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി 5ഓളം ക്വാറികൾക്ക് പ്രവർത്തന അനുമതിക്കായി പഞ്ചായത്തിൽ അപേക്ഷ വന്നിരിക്കുകയാണ്. ഈ നാട്ടിന്റെ സ്വൈര വികാരം ഇത്രയും ക്വാറികളെല്ലാം കൂടി ഇവിടെ പ്രവർത്തനം ആരംഭിച്ച് തകരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് ബാഹ്യമായ ലക്ഷ്യങ്ങളിൽ വെച്ചിട്ടാണ് ഈ ക്വാറികൾക്ക് ഇത്തരത്തിൽ ലൈസൻസ് കൊടുക്കുന്നത്. ഈ ലൈസൻസ് കൊടുക്കുന്നത് യാതൊരുവിധ പരിസ്ഥിതി പഠനവും നടത്താതെ വരുന്നവർക്കെല്ലാം ക്വാറികൾ നടത്തുന്നതിന് വേണ്ടി ലൈസൻസ് വ്യാപകമായി നിർബാധം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ കൊടുത്തുകൾ നമ്മുടെ നാടിന്റെ പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കും. ഇവിടെ നാളുകളിൽ ഇവിടെ ഒരു കവളപ്പാറയോ ഇവിടെ ഒരു വയനാട് പോലെയുള്ള ദുരന്തങ്ങളോ ഇവിടെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോകും. അതുകൊണ്ട് അടിയന്തരമായി ഈ ക്വാറികൾക്ക് ഇത്തരത്തിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ യാതൊരുവിധ പരിശോധന നടത്താതെ അനുമതി കൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പഞ്ചായത്ത് കമ്മിറ്റിയും അതുപോലെ മറ്റ് അധികൃതരും പിന്നോട്ട് പോകണമെന്നാണ് കോൺഗ്രസ് പറയാനുള്ളത്. അത് സംബന്ധിച്ച് നമ്മൾ ഇന്ന് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇതുമായി ക്വാറികൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയി ശക്തമായ സമരോടുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകും.